ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ തിരുനാളിന് സമ്മാനമായിട്ട് പ്രീസ്റ്റ് ഇൻചാർജായി നമുക്കൊരു യുവവൈദികനെ, നവവൈദികനെ ലഭിച്ചിരിക്കുക. നമുക്ക് കൈയടിച്ച് അച്ഛനെ സ്വീകരിക്കാം. അപ്പോൾ മാതാവ് നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് വിപിൻ അച്ഛൻ. അച്ഛനെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ ഇടവകയും എൻ്റെ ഇടവകയും ഏതാണ്ട് പറവൂരും കാട്ടിക്കുന്നും തമ്മിലുള്ള ദൂരമുള്ളൂ. എനിക്ക് തോന്നുന്നു അച്ഛൻ പഠിച്ചത് അച്ഛൻ തുറവൂരാണ് പഠിച്ചത്, സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ. എൻ്റെ ക്ലാസ്മേറ്റ് സാറുമാരൊക്കെ അവിടെയുണ്ട്, അവർ പഠിപ്പിച്ച ശിഷ്യനായിരിക്കും. അപ്പോൾ നമ്മുടെ അതിരൂപതയിൽ മികച്ച രീതിയിൽ സേവനം ചെയ്യുന്ന വൈദികനാണ് അച്ഛൻ. ഞാൻ കൂടുതൽ പരിചയപ്പെട്ടത് ആയത്തുപടിയിൽ അച്ഛൻ കൊച്ചച്ഛനായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോഴാണ്. ഐമുറിയും അതുപോലെ തന്നെ ആയത്തുപടിയും അടുത്തടുത്ത പള്ളികളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ കാണാൻ വരും, ഞാൻ അച്ഛനെ കാണാനായിട്ട് പോകും. എൻ്റെ കൊച്ചച്ഛന്മാരും അതുപോലെ തന്നെ അച്ഛനും തമ്മിൽ വലിയ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫൊറോനയിലെ യുവജന പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ KCYM, ഇതിൻ്റെയൊക്കെ ചുമതല അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ പ്രത്യേകത നല്ലൊരു സംഘാടകനാണ്, അതുപോലെ തന്നെ നല്ല പ്രസംഗകനാണ്. പിന്നെ ആവശ്യത്തിന് അച്ഛൻ നന്നായിട്ട് തന്നെ പാടും. നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വൈദികൻ നമുക്കിവിടെ സേവനമനുഷ്ഠിക്കാനായിട്ട് വന്നിരിക്കുന്നു. അച്ഛനെ ഇവിടെ എത്തിയിരിക്കുന്ന ജോഷി അച്ഛൻ്റെ പേരിലും മേനാച്ചേരി അച്ഛൻ്റെ പേരിലും പ്രത്യേകം ഇടവകയുടെ പേരിലും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അച്ഛന് നേരുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മേനാച്ചേരി അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനെ ഒരു യുവവൈദികനായിട്ട് തന്നെ നമുക്ക് കാണാം. എവിടെ വിളിച്ചാലും അച്ഛൻ ഓടി വരും. അപ്പോൾ പ്രദക്ഷിണത്തിന് മൊത്തം നടക്കണമെങ്കിൽ അച്ഛൻ നടക്കും. അച്ഛനൊരു ചെറുപ്പക്കാരൻ തന്നെയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള മിടുക്കനായിട്ടുള്ള അച്ഛനാണ്. അച്ഛനെ നമുക്ക് അടുത്തറിയാവുന്ന അച്ഛൻ. അച്ഛൻ രണ്ട് വാക്ക് ആശംസ പറയും. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ഇടവയ്ക്ക് ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. ആ കുറവിലേക്കാണ് നമ്മുടെ ഫാദർ ബിബിൻ മുലവരിക്കൽ അച്ഛൻ വന്നിരിക്കുന്നത്. അച്ഛൻ സത്യദീപം എഡിറ്റ് ചെയ്യുന്ന, പ്രിൻ്റ് ചെയ്യുന്ന വിയാനി പ്രസിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആണെങ്കിലും ഞങ്ങളെല്ലാവരും അടിസ്ഥാനപരമായി ആജപാലകന്മാരാണ്. ആടുകളെ മേയ്ക്കുന്നവൻ. വിയാനി പ്രസിൽ ആടുകൾ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ ശരിക്കുള്ള ആടുകൾ ഇടവകളിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ നമ്മുടെ അസിസ്റ്റൻ്റ് ഫാദർ ഇൻചാർജായിട്ട് നമുക്ക് തന്നതിനൊക്കെ നമുക്ക് സന്തോഷിക്കാം. ഇനി മുതൽ നിങ്ങളുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും, നിങ്ങളുടെ വ്യവഹാരങ്ങളിലും, നിങ്ങളുടെ യാത്രകളിലും, നിങ്ങളുടെ പ്രാർത്ഥനയിലും അച്ഛൻ എന്നും ഉണ്ടായിരിക്കും. അച്ഛനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നിങ്ങൾക്കും അതോടൊപ്പം അച്ഛനും എല്ലാ മംഗളങ്ങളും വിജയങ്ങളും നേരുന്നു. പ്രാർത്ഥനയും. സ്നേഹമുള്ള വികാരി ബിന്നിയച്ച, സ്നേഹമുള്ള മേനാച്ചേരിയച്ച, ജോഷിയച്ച, പ്രിയമുള്ള ഇടവാംഗങ്ങളെ, ഇത്രയും വലിയ സ്വീകരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വരില്ലായിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അല്പമൊക്കെ വിശ്രമിക്കേണ്ട സമയമായെന്ന് അച്ഛൻ അറിയാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വരുന്ന ഞായറാഴ്ചകളിൽ പങ്കുവയ്ക്കാം. എന്നെ നിങ്ങൾ ക്ഷണിച്ചതിന്, സ്വീകരിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും, ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനും മറ്റച്ഛന്മാർക്കും, കൈക്കാരന്മാർ, കപ്പ്യാരന്മാർ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു.
നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കണ്ടുമുട്ടാം. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കർത്താവായ ഈശോയെ, ഈ തിരുനാൾ ദിനങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഇടവകയെ സമൃദ്ധമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന എല്ലാ പുണ്യങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ ഇടവകയെയും നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായവും നമ്മോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.